ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തുർക്കിഷ് ബ്രെഡും അതിലേക്ക് കോംബോ ആയിട്ട് ഒരു അടിപൊളി മുട്ടക്കറിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണ്ടു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 5 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും ചേർത്തെടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 5-8 മിനിറ്റ് അവിടെ മാറ്റി വെക്കാം, അതൊന്ന് പൊങ്ങി വരാനും വേണ്ടി. അത് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു ബൗളിലേക്ക് 250 ml 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മിക്സ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസ്റ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1/2 കപ്പ് പാൽ, ഇളം ചൂടുള്ള പാൽ ഞാനൊരു കപ്പിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കുറേശ്ശായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ 1/2 കപ്പ് മുഴുവനായിട്ട് വേണ്ടി വന്നിട്ടില്ല, അതിൽ നിന്ന് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മുഴുവൻ ഒഴിക്കുക. ഈ ഒരു അളവിന് 1/2 കപ്പ് മുഴുവൻ വേണ്ടി വന്നിട്ടില്ല. എന്നിട്ട് അത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ അതാ നമ്മളെ പാല് ഇത്ര ബാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി കുഴച്ചതിന് ശേഷം കുറച്ച് ഓയിൽ മേലെ തേച്ചിട്ട് നമുക്ക് അതൊന്ന് ക്ലിംഗ് റാപ്പ് ചെയ്തിട്ട് നമുക്ക് ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ അവിടെ മാറ്റി വെക്കാം. അതൊന്ന് പൊന്തി വരണം. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതാണ്. എന്നിട്ട് ഇതാ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കേണ്ടത്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടത്. അപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 1.5 മണിക്കൂറിന് ശേഷം നമ്മളെ മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഞാൻ ഈ ഒരു വലുപ്പത്തിൽ 5 ബോൾസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അത് ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഒന്ന് പരത്താൻ എടുക്കുമ്പോൾ നമ്മൾ ക്ലിംഗ് റാപ്പ് ചെയ്തിട്ട് നന്നായി പൊത്തി വെക്കണം, അത് ഡ്രൈ ആവാതിരിക്കാനാണ്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അതാ കുറച്ച് പൊടി തട്ടിയിട്ട് നമ്മൾ പതുക്കെ അതൊന്ന് പരത്തിയെടുക്കുകയാണ്. അധികം തിന്നായും പരത്തണ്ട, എന്നാൽ അധികം കട്ടിയിലും പരത്തേണ്ടതാ. ഈ ഒരു കനത്തിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. അങ്ങനെ എല്ലാതും ഇതാ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ചുട്ടെടുക്കുക. അപ്പോൾ ഇതാ നന്നായി ചൂടായ ഒരു ഫ്രൈ പാനിക്ക് ഞാൻ നമ്മുടെ ബ്രെഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. 2 പ്രാവശ്യം മറിച്ചിടുമ്പോൾ തന്നെ അത് അത്യാവശ്യം നന്നായി പൊന്തി വരാൻ തുടങ്ങും. അപ്പോൾ തിരിച്ചും മറിച്ചിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ ബ്രെഡ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ആ ചൂടോടൊക്കെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ മല്ലിച്ചപ്പിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായി ഒന്ന് ഈ ചൂടോടൊക്കെ തന്നെ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഇത് തേച്ചിട്ട് നമ്മൾ വേറൊരു ബൗളിലിട്ടിട്ട് നല്ലൊരു കോട്ടൺ തുണി കൊണ്ട് നന്നായി മൂടി വെക്കണം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേന് ഹാർഡായി പോവും. അപ്പോൾ നന്നായി പൊത്തി വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് അത് എടുത്താൽ മതി. അപ്പോൾ അതാ നമ്മൾ എല്ലാം അതേപോലെ ചെയ്യാണ്. അപ്പോൾ ഈ മല്ലിച്ചപ്പിൻ്റെ മിക്സ് കുറച്ച് ഉണക്കമുളക് പൊടിച്ചത് കൂടി ചേർക്കൂട്ടോ. അത് മോനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ അതാ നമ്മുടെ തുർക്കിഷ് ബ്രെഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു തുർക്കിഷ് ബ്രെഡാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് അടിപൊളി കോംബോ ആയിട്ട് നമുക്ക് ഒരു മുട്ടക്കറി റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു കുക്കർ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. കുക്കർ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു വലിയ പച്ചമുളക് നടു കീറിയിട്ടും പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സവാളൻ്റെ പകുതി, അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാളയായിരുന്നു, അപ്പോൾ അതിൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെക്കാം.
അപ്പോൾ ഈ ഒരു മുട്ടക്കറി അധികം ഉള്ളിയൊന്നും വഴറ്റി സമയം കളയാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ്. അതൊരു 4 വിസിലിന് നമുക്ക് അവിടെ വേവിക്കാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു ജാർക്ക് ഒരു 2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു കറുവപ്പട്ട, ഒരു ഗ്രാമ്പു, ഒരു ഏലക്ക, പിന്നെ ഇതാ ഒരു ടീസ്പൂണ് പെരിഞ്ജീരകം ചേർത്തിട്ട് നന്നായി ഒന്ന്, പിന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായി ഒന്ന് പേസ്റ്റായി അരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് ഗരം മസാല, ടീസ്പൂണ് മുളക് പൊടി, ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായി വെന്ത് അടഞ്ഞ് കിട്ടാനും വേണ്ടി ഞാൻ കുക്കറൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ വിസിലൊന്നും വെച്ചിട്ടില്ല, വിസിലൊക്കെ ഊരി വെച്ചിട്ടാണ്. അപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോഴത്തേന് അത് നന്നായി വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ച ആ തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മിക്സിൻ്റെ ജാർക്ക് തന്നെ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളെ മുട്ടയൊക്കെ ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വരഞ്ഞു കൊടുക്കുകയാണ്, ഇതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ പിടിക്കാനും വേണ്ടി. അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളി വാട്ടിയപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്ത് അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് താളിച്ചെടുക്കുക. അപ്പോൾ അത് ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കടുകും പൊട്ടിച്ചെടുത്തിട്ട് പിന്നെ അതാ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കറിവേപ്പിൻ്റെലും ചേർത്ത് കൊടുത്ത് അത് നമുക്ക് നമ്മുടെ കറിക്ക് താളിച്ചൊഴിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റുള്ള അടിപൊളിയായ ഒരു മുട്ടക്കറിയാണ്. നിങ്ങൾ ഇതുവരെ ഈ ഒരു മുട്ടക്കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൊണ്ടു. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ഈ തുർക്കിഷ് ബ്രെഡും മുട്ടക്കറിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പാർട്ടികളിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.